നമുക്കൊന്ന് കോഴിക്കോട് വരെ പോയി വന്നാലോ? അതും നമ്മൾ KSRTCയിൽ. കുറച്ച് നാളത്തെ ആഗ്രഹമാണ് KSRTCയിൽ കയറുക എന്നുള്ളത്. പണ്ട്, അതായത് വളരെ പണ്ട്, ഉപ്പാൻ്റെ കൂടെ ചെറിയ ചെറിയ യാത്രകൾ പോവാറുണ്ട് ഇങ്ങനെ KSRTCയിൽ. അങ്ങനെ അന്ന് തുടങ്ങിയ ഇഷ്ടമാണ് ഈ KSRTCയോട്. ഉപ്പയാണെങ്കിൽ ലോങ് യാത്രകളിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ KSRTC തന്നെയാണ്. കാരണം ലോങ് യാത്രകളിൽ വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലാണ് ഉപ്പാക്ക്. ഉപ്പാന്റെ ആ ശീലം അതേപടി കിട്ടിയ ഒരാളെയും കൊണ്ടാണ് ഇന്നത്തെ യാത്ര. യാത്രയ്ക്ക് മുമ്പ് ഷർദിലിന്റെ ഒരു ടാബും കുടിച്ചിട്ടാണ് ആള് കൂടെ വന്നിട്ടുള്ളത്. അത് വേറെ ആരുമല്ല, എൻ്റെ സിസ്റ്റർ തന്നെയാണ്. പക്ഷെ കൂടെ വന്ന ഈ കുട്ടി സാധനത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ആളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡിലാണ്. ഈ ഒരു ബെല്ലോട് കൂടി ആള് നല്ല ഉറക്കായിട്ടുണ്ട്. പോണത് ബസ്സിലാണെങ്കിലും ഈ ഗൂഗിൾ മുത്തശ്ശിയെ കൂട്ടാന് ഞങ്ങൾ മറന്നിട്ടില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ, ട്രാഫിക്കും ബ്ലോക്കൊക്കെ തീർന്ന് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല കേട്ടോ. ബസ് ഇറങ്ങി അടുത്തതായിട്ട് ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഒരു ഓട്ടോയിൽ കയറി. അപ്പോഴേക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓട്ടോ ചെന്ന് നിർത്തിയത് സാഗർ ഹോട്ടലിലാണ്. പിന്നെ ഒന്നും നോക്കില്ല, അവിടെ കയറി നല്ല ചൂട് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്ന ഈ കുട്ടി സാധനത്തിന്, നമ്മുടെ ഒരു സമാധാനത്തിന് കുറച്ച് റൈസ് വിളമ്പിന്നുള്ളൂ. ആളത് കഴിക്കില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ബില്ലും പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് KSRTC സ്റ്റാൻഡിലേക്ക്. കുറച്ച് നേരത്തെ തെരച്ചിലിന് ശേഷം ബസ് കിട്ടിയിട്ടുണ്ട്. യാത്രകളിൽ എനിക്ക് വിൻഡോ സീറ്റ് മസ്റ്റാണ്. പക്ഷേ കൂടെ വന്ന ആള് അത്ര ശരിയല്ലാത്തോണ്ട് സ്നേഹപൂർവ്വം എൻ്റെ സീറ്റ് ഞാൻ കൈമാറിയിട്ടുണ്ട്. കൂടെ ഈ ആളുള്ളതുകൊണ്ട് ബോറടിയൊന്നും ഉണ്ടായിട്ടില്ല. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആൾക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്.